പല സ്ഥലങ്ങളിലും എത്രയോ ആളുകളെ ആരാണ് അത്തരത്തിലുള്ള കുഴിമാടങ്ങളിൽ ഉള്ളത് എന്നതുപോലും അറിയപ്പെടാത്ത ദർഗകളുണ്ട്, ഇന്ന് മഖാമുകളുണ്ട് രാജ്യത്ത്. ഖബറിന്റെ അകത്ത് ആരാണ് എന്നറിയപ്പെടാത്തത്. മനുഷ്യനാണോ എന്നറിയില്ല, മൃഗമാണോ എന്നറിയില്ല. അത്തരത്തിലുള്ള വെറും മൺകൂനകൾ കെട്ടിപ്പൊക്കിയിട്ട് ആ രൂപത്തിലുള്ള വരുമാനങ്ങൾ ഉണ്ടാക്കുന്ന പല സ്ഥലങ്ങളും പല ദർഗകൾ എന്ന പേരിൽ അറിയപ്പെടുന്നതും രാജ്യത്ത് നിലവിലുണ്ട്. നിങ്ങൾ നോക്കൂ, മുസ്ലിമിന്റെ സംസ്കാരമാണോ ഈ സംസ്കാരം മുഴുവൻ വന്നത്? ഇങ്ങനെയുള്ള ഖബറുകളെ ആരാധനാ കേന്ദ്രങ്ങളാക്കുന്ന സംസ്കാരം മുഴുവൻ വന്നത് ഇസ്ലാമിക പാരമ്പര്യത്തിൽ. അതിന് തെളിവില്ല. അതിനുള്ള പാരമ്പര്യം മടങ്ങിയെത്തുന്നത് അല്ലാഹു ശക്തമായി തന്നെ കോപിച്ചല്ലോ ഒരു വർഗത്തെ, ആ യഹൂദികളിലേക്കാണ്, നസാറാക്കളിലേക്കാണ്. അതുമായി ബന്ധപ്പെട്ട സർവ്വ സംസ്കാരങ്ങളും മടങ്ങിപ്പോകുന്നത് എന്ന് എൻ്റെ പ്രിയപ്പെട്ട മുസ്ലിമീങ്ങൾ മനസ്സിലാക്കി വെക്കണം. നിങ്ങൾ നോക്കൂ, ആ പ്രത്യേകമായ കൽപ്പനകളെയും നിയമാവലികളെയും ഒക്കെ കണ്ടില്ലെന്നും കേട്ടില്ലെന്നും നടിച്ചുകൊണ്ട് രാജ്യത്തതാ എങ്ങനെയെങ്കിലും ഒരു ദർഗയുണ്ടായാൽ മതി, എങ്ങനെയെങ്കിലും ഒരു ജാറമുണ്ടായി കിട്ടിയാൽ മതി എന്ന നിലക്ക് ആളുകൾ അങ്ങനെ പലയിടത്തും യാതൊരു മുതൽ മുടക്കുമില്ലാതെ, ഒരു മൂലധനവും ഇറക്കാതെ പൊടിപൊടിക്കാവുന്ന ഒരു വ്യവസായമാണ് ഈ ജാറ വ്യവസായം എന്നവർ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ലോകം മുഴുവൻ തെണ്ടി നടക്കുകയാണ്. എന്തിന്? ജാറങ്ങൾ കിട്ടാൻ. ഓരോരുത്തർ പരിശോധിച്ചു യാത്ര ചെയ്തു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പലരുടെയും ഖബറുകൾ ഉണ്ടെന്ന് പറഞ്ഞു. അവസാനം ഇന്റർനെറ്റ് പ്രചരിപ്പിച്ചപ്പോ ചില ആളുകളൊക്കെ വെബ്സൈറ്റുകളിൽ പരതി നോക്കി, എവിടെയൊക്കെ ജാറങ്ങളുണ്ട്. കിട്ടിപ്പോയി പലർക്കും പല ജാറങ്ങളും അഡ്രസ്സില്ലാത്ത ജാറങ്ങളാണ്. ഇസ്രായേലിൻ്റെ ഒരു ജാറമുണ്ട്, ഇസ്രായേലിൽ അതാ ഒരു ജാറം കെട്ടിപ്പൊക്കിയിട്ടുണ്ട്. ജൂതന്റെ സർവ്വ ചിഹ്നങ്ങളും ആ ജാറത്തിന്റെ മുകളിൽ തന്നെയുണ്ട്. അതൊക്കെ സൈറ്റിൽ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ആയിരക്കണക്കിന് ഖബറുകളാണ് ഓരോരുത്തരുടെ പേരിലതാ നിർമ്മിച്ചുണ്ടാക്കിയിരിക്കുന്നത്. മഹാനായ ആദം അലൈഹിസ്സലാം മുതൽക്കിങ്ങോട്ട് എല്ലാ അംബിയാഇന്റെ പേരിലും ഖബറുകൾ ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നു. മാത്രമല്ല പലരുടെയും പേരിൽ പല ഖബറുകളാണ്, ഒരാളുടെ പേരിൽ തന്നെ പല ഖബറുകളാണ്. ഈജിപ്ത് സന്ദർശിച്ചു നോക്കൂ, ഒരേ പേരിൽ തന്നെ എത്രയെത്ര ജാറങ്ങളാണ്. അതുപോലെ തന്നെ വിവിധ രാഷ്ട്രങ്ങളിലതാ ഒരു വ്യക്തിയുടെ പേരിൽ തന്നെ വ്യത്യസ്ത ഖബറുകളല്ല, ഒരേ വ്യക്തിയുടെ പേരിൽ തന്നെ അതാ വ്യത്യസ്ത ജാറങ്ങൾ കാണുകയാണ്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. അതിനും മുസ്ലിയാന്മാർക്ക് ഫത്വയുണ്ട്. അതെന്താണെന്നല്ലേ? നിങ്ങൾ അതിലൊന്നും വിഷമം വിചാരിക്കേണ്ടതില്ല. അവർ ന്യായം പറയുന്നത് എന്താണെന്നോ? മഹാന്മാരായ ഔലിയാക്കള്, മഹത്തുക്കള്, അവര് ആരെപ്പോലെയാണെന്നോ? കടലിലെ വെള്ളത്തിൽ ഊളിയിട്ട് നീന്തിക്കൊണ്ടിരിക്കുന്ന മത്സ്യങ്ങളെ പോലെയാണ്. ഇന്നൊരു സ്ഥലത്താണെങ്കിൽ നീന്തി ഊളിയിട്ടിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് നീന്തി പോകാൻ മത്സ്യങ്ങൾക്ക് പ്രയാസമുണ്ടോ? ഇതേപോലെ ഒരു രാഷ്ട്രത്തിൽ ഒരാളുടെ പേരിൽ ഒരു ഖബറുണ്ടെങ്കിൽ ആ ഖബറിലും അയാൾ എത്തിച്ചേരും. മറുരാഷ്ട്രത്തിൽ അതേ പേരിൽ ഒരു വേറൊരു ഖബറുണ്ടെങ്കിൽ വിഷമിക്കുകയൊന്നും വേണ്ട കേട്ടോ. അവിടേക്കും ഈ രാഷ്ട്രത്തിൽ നിന്ന് വെള്ളത്തിലൂടെ മത്സ്യം നീന്തും പോലെ ഔലിയ എത്തിച്ചേരുന്നു. നമ്മുടെ കേരളത്തിൽ വരെയതാ പുതിയങ്ങാടിയിൽ 2 ജാറമില്ലേ? പുതിയങ്ങാടിയിൽ 2 ജാറമില്ലേ? യഹൂദങ്ങൾ പാപ്പാക്ക് 2 ജാറം എന്നല്ലേ പറയുന്നത്? 2 ജാറം എങ്ങനെ ഉണ്ടായി? ആ ജാറത്തിന് വേണ്ടി കടിപിടി കൂടിയപ്പോ, മയ്യത്തിന് വേണ്ടി കടിപിടി കൂടിയപ്പോ, ആ ഖബർ പൊളിക്കും എന്ന് വന്നപ്പോ തങ്ങൾ പാപ്പ നാട്ടുകാർക്ക് സ്വപ്നം കാണിച്ചു പോലും, എൻ്റെ പേരിൽ തർക്കം വേണ്ട, എൻ്റെ പേരിൽ നിങ്ങൾ വഴക്കും വക്കാണവും കൂട്ടണ്ട, എത്ര ഖബറാണെങ്കിലും ഉണ്ടായിക്കോട്ടെ, ഞാൻ ഇവിടെയും അവിടെയുമൊക്കെ മാറി മാറി കിടന്നോളാ, നിങ്ങൾക്ക് വരാമല്ലോ. ഇതും വിശ്വസിച്ചുകൊണ്ട് നടക്കുന്ന നാടാണ് കേരളത്തിലെ ഒരു കൂട്ടം ആളുകൾ. റബ്ബ് നന്നാക്കുമാറാകട്ടെ, ഹിദായത്തിന്റെ വെളിച്ചം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ആത്മാർത്ഥമായി തന്നെ നമ്മൾ ദുആ ചെയ്യുന്നു.
ഇനിയോ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, നിങ്ങൾ നോക്കൂ, ചില സ്ഥലങ്ങളുടെ ചരിത്രം നമ്മൾ കേട്ട് കഴിഞ്ഞാൽ